എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ദശകം 3-ലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ കൃപാതേ ജാതാ ചേൽക്കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശൗഘപ്രശമനദശാ നാമ കീയതേ ന കേകേ ലോകേസ്മിൻ നനിശമയി ശോകാഭിരഹിതാ ഭവൽ ഭക്താ മുക്താ സുഖഗതിമസക്താ വിദദതേ. കൃപാതേ ജാതാ ചേൽ, അങ്ങയുടെ കൃപ ഉണ്ടായി എങ്കിൽ, കിം ഇവ നഹി ലഭ്യം തനുഭൃതാം, തനു എന്നാൽ ശരീരം, ശരീരികൾക്ക് എന്തൊന്നാണ് ലഭിക്കാൻ പ്രയാസമുള്ളത്? മദീയ ക്ലേശൗഘ, എൻ്റെ ക്ലേശങ്ങൾ, പ്രശമനദശാ നാമ കീയതി, ശമിപ്പിക്കുക എന്നത് എത്ര നിസ്സാരമാണ്. കേ കേ ഭവദ്ഭക്ത, നിന്തിരുവടിയുടെ ഏതേത് ഭക്തന്മാർ, ഐ അസ്മിൻ ലോകേ, അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ, അനിശം ശോകാഭിരഹിത, എല്ലാ സമയവും ശോകമൊന്നും കൂടാതെ, മുക്ത ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച്, അസക്ത ഒന്നിലും ആസക്തി അല്ലെങ്കിൽ താല്പര്യമില്ലാതെ, സുഖഗതിം ന വിദദതേ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക. എന്താ പറയണേ? അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ശരീരികൾക്ക് എന്തു തന്നെ നേടാൻ കഴിയുകയില്ല. എൻ്റെ ക്ലേശഭാരങ്ങൾ ശമിപ്പിക്കുക എന്ന സ്ഥിതി വളരെ ലഘുവായതാണ് ഭഗവാനെ. ഹേ ഭഗവൻ, ഈ ലോകസുഖങ്ങളിൽ അനാസക്തരായ അങ്ങയുടെ എത്രയോ ഭക്തന്മാർ ശോകവ്യഥകൾ കൂടാതെ മോക്ഷം നേടി പരമസുഖത്തെ പ്രാപിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 ദശകങ്ങൾ രചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭട്ടേരിപ്പാടിന് വാദത്തിൻ്റെ അസ്ക്യത കൂടുതലായി. ശരീരത്തിൻ്റെ അസുഖം കാരണമാണ് ഈ ശ്ലോകത്തിൽ ഇങ്ങനെ പറയണേ. അപ്പോൾ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ എല്ലാ ശരീരികൾക്കും, അതായത് ഈ ശരീരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദനയും വിഷമങ്ങളും, ശരീരികൾക്ക് അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ എന്താ നേടാൻ കഴിയാത്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രത്തോളം അങ്ങയെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഈ ക്ലേശങ്ങൾ ശമിപ്പിക്കുക എന്നത് അങ്ങയെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യമല്ലേ? ഈ ലോകസുഖങ്ങളിൽ അനാസക്തി, അതായത് ആസക്തി ഇല്ലാതെ എത്രയോ ഭക്തശിരോമണികൾ അവരുടെ വിഷമത്തെയെല്ലാം മറന്ന് യാതൊരു വേദനകളുമില്ലാതെ മോക്ഷം നേടി പരമസുഖത്തെ പ്രാപിച്ചിട്ടില്ലേ? അതായത് ഇത് പുരാണ കഥകളിലെ ഭക്തന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിലും അവിടെ അന്ന് ഗുരുവായൂര് ഭജിക്കാൻ ചെന്ന ഭക്തന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിലും ശരിയാ. ഉദാഹരണത്തിന് നാരദ മഹർഷി സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം ഗുരുവായൂരപ്പനെ ഭജിക്കാൻ വരുന്ന പലരും അവിടെ സുഖമായി പ്രദക്ഷിണം വയ്ക്കുന്നു, നമസ്കരിക്കുന്നു. അതിനാണ് ഇവിടെ എല്ലാ ഭക്തന്മാരും സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പ എന്ന് പറയുന്നത്. അതേസമയം ഭട്ടേരിപ്പാടിൻ്റെ അവസ്ഥ എന്താ? എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നൊരു വേദന ഈ ശ്ലോകത്തിൽ കാണിക്കാം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഇവിടെ നമുക്ക് കാണാം. ഹേ ഭഗവാനെ, എൻ്റെ രോഗക്ലേശങ്ങൾ തീർത്തു തരുവാൻ കരുണയുണ്ടാകണമേ എന്ന ഒരു ധ്വനി. ഇന്നലെ പറഞ്ഞ പോലെ ഒരു ചെറിയ അസുഖം വന്നാൽ ഭക്തിയുടെ കാര്യം മാറ്റിവെക്കുന്നവരാ സാധാരണക്കാർ.
ഇവിടെ ഭട്ടേരിപ്പാടാണെങ്കിലോ അസുഖം വന്നപ്പോൾ ആദ്യം തന്നെ എന്താ തീരുമാനിച്ച് ഒരു 100 ദിവസം അങ്ങോട്ട് ഗുരുവായൂരപ്പന് ഭജന ഇരിക്കാം. അങ്ങനെ സർവാത്മന അങ്ങയെ അഭയം പ്രാപിച്ചിരിക്കുന്ന എൻ്റെ ഈ വിഷമങ്ങളെ തീർക്കാൻ ഹരി ഗുരുവായൂരപ്പ അങ്ങേക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളും ഇങ്ങനെ എന്ത് ചെയ്യണം? അങ്ങോട്ട് അഭയം പ്രാപിക്കണം ഭഗവാനെ. അപ്പോൾ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് അനുഗ്രഹിക്കും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഈ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി എത്രയോ ഭക്തന്മാർ യാതൊരുവിധ വിഷമവും കൂടാതെ മോക്ഷം നേടിയിട്ടില്ലേ? അങ്ങനെയുള്ള കരുണാമയനായ കൃഷ്ണ ഹരി ഗുരുവായൂരപ്പ എന്നിൽ കരുണ കാണിക്കണമേ. എൻ്റെ ഈ അസുഖം മാറ്റി അങ്ങയെ പ്രദക്ഷിണം വയ്ക്കാൻ, അങ്ങയെ നമസ്കരിക്കാൻ, അങ്ങയുടെ കീർത്തനങ്ങൾ ആലപിക്കാൻ കനിയേണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഹരേ കൃഷ്ണ.